ഉണ്ട്. ഒരാളെ നമ്മളൊരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നതും ഒരുപോലെയാണ് എന്നാ. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ ആദ്യമായി ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ കാരണം. കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. കാരണം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് ഹബീബുനാ റസൂലുള്ളാഹി, ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ് അവന്റെ ഉമ്മയാണ്. അതുകൊണ്ടൊരു കുട്ടി ജനിച്ചു വന്ന ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായും കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ മനുഷ്യരെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. കുട്ടികൾ മനുഷ്യരെ പെട്ടെന്ന് നോക്കൂല, കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കുള്ളൂ. ജനിച്ചു വന്ന ഉടനെ കുട്ടി വെള്ള വസ്ത്രം കണ്ടാൽ നോക്കും, വെളുപ്പിലേക്ക് നോക്കും, പിന്നെ ലൈറ്റിലേക്ക് നോക്കും. അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം. അത് മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ആ നോട്ടം. അപ്പോ പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്താല് കുട്ടി ഉമ്മയെ നോക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് വേണ്ട, ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതി. ഒരു സ്വാലിഹായ മനുഷ്യനെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ്. ഇങ്ങോട്ട് നോക്കണമെന്നില്ല, നോക്കണോടത്ത് നമ്മൾ ഉണ്ടായാലും മതി, നോട്ടത്തിൽ പെട്ടാൽ മതി. നമ്മളെ നോക്കണമെന്നില്ല, എവിടേക്കോ നോക്കിയപ്പോൾ അവിടെ നമ്മളുണ്ടായത്, അങ്ങനെ ആയാലും മതി. നോട്ടത്തിന് അത്രയും വലിയ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദഅവത്തിന്റെ ഒന്നാം മാധ്യമം നോട്ടം തന്നെയാണ്. കണ്ണാണ് ഏറ്റവും പ്രധാനം. അപ്പൊ കണ്ണില്ലാത്ത ആളോ? കണ്ണില്ലാത്ത ആളെ ദഅവത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ബസീറത്തിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അകങ്കാഴ്ചയെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൽബ് കൊണ്ടുള്ള കാഴ്ച. ശരിക്ക് കൽബ് കൊണ്ട് കാണണമെങ്കിൽ കണ്ണടയണം എന്നാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ തന്റെ കീമിയയിൽ പറയുന്നുണ്ട്, ഒരാളുടെ കൽബ്, ഒരാളുടെ ഹൃദയം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തിളങ്ങുന്ന ഒരു മുത്തിനെ നിക്ഷേപിച്ചു വെച്ചത് ആഴമുള്ള ഒരു കിണറിനോട് നമുക്ക് ഉപമിക്കാം എന്ന്. നല്ല ആഴമുള്ള ഒരു കിണർ, ആ കിണറിന്റെ അടിയിൽ നല്ല തിളങ്ങുന്ന ഒരു മുത്തുണ്ട്. ഈ കിണറിൽ തെളിവെള്ളം നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അടിയിൽ നിന്ന് ആ മുത്ത് ആർക്കും കാണാം. പക്ഷെ എന്ത് സംഭവിച്ചു? ചളിവെള്ളം വരുന്ന 5 കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചുവിട്ടു. 5 കൈത്തോടുകൾ ആ കിണറിലേക്ക് തിരിച്ചുവിട്ടു. ആ 5ലൂടെ വന്നതും ചളിവെള്ളം. ചളിവെള്ളം വന്ന് കൈത്തോടിലൂടെ വന്ന് അതിങ്ങനെ കിണറിലേക്ക് ചാടിയത് കാരണത്താൽ കിണറിലെ വെള്ളം കലങ്ങിയപ്പോ കാണാതെയായി. ഇനി എപ്പോഴാ കാണുക? ആദ്യം ഈ വെള്ളം നിർത്തണം. കലങ്ങിയ വെള്ളം നിർത്തിയാൽ കിണറിലുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും. ഇത് ചാടുന്ന കാലത്തോളം തെളിയില്ല. എപ്പോഴാ ചാടൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്തളിടൊന്നും വേണ്ട. ഇത്തളിടുന്നത് സ്പീഡാക്കാനാണ്, ഇത്തലിട്ട് കൊടുക്കുന്നത് സ്പീഡാക്കാനാണ്. സ്പീഡാക്കണം എന്നില്ല, സാവകാശമാണെങ്കിലും അത് തെളിഞ്ഞുകൊള്ളും. ചാട്ടം നിൽക്കണം എന്ന് മാത്രം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാട്ടം നിർത്താൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പുറത്തെ കണ്ണ് അടയുമ്പോഴാണ് അകത്തെ കണ്ണ് തുറക്കുന്നത്. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം അകത്തെ കണ്ണാണ്. നമുക്ക് അകത്തെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് പുറത്തെ കണ്ണെങ്കിലും ഉപയോഗിക്കാൻ പറ്റണം. പുറത്തെ കണ്ണ് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്തുകൾ പാലിക്കണം. അപ്പോഴാണ് ഒരാൾക്ക് കണ്ണുകൊണ്ട് ദഅവത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ കണ്ണിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ കണ്ണുകൊണ്ടുള്ള സുന്നത്ത് പാലിക്കുന്നതായിരിക്കണം. എന്താ കണ്ണുകൊണ്ടുള്ള സുന്നത്ത്? കണ്ണുകൊണ്ടുള്ള സുന്നത്ത് ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഖുർആനിലേക്ക് വെറുതെ നോക്കിയാലും കൂലിയാണ്. യാസീൻ സൂറത്ത് നമുക്ക് കാണാതെ അറിയും, കണ്ടിട്ടും അറിയും. എന്നാൽ തോനെ കൂലിയുള്ളത് കാണാതെ ഓതുന്നതിനല്ല. മുസാഫിക്ക് ഇങ്ങനെ നോക്കി ഓതുമ്പോൾ 2 കൂലിയാണ്. ഒന്ന് യാസീൻ ഓതിയ കൂലിയും കിട്ടും, രണ്ടാമത് ഖുർആനിക്ക് നോക്കിയ കൂലിയും കിട്ടും. കഅബയിലേക്ക് ഇങ്ങനെ നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്.
ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരിക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. പള്ളിയിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. ഗുരുനാഥനിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. സയ്യിദന്മാരിലേക്ക് നോക്കുക എന്നത് കണ്ണിന്റെ സുന്നത്താണ്. അള്ളാഹുവിന്റെ ജമാലിയത്തിനെ ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഭംഗിയുള്ളതിലേക്ക് നോക്കൽ കണ്ണിന്റെ സുന്നത്താണ്. അങ്ങനെ കണ്ണിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. അപ്പൊ കണ്ണിന്റെ സുന്നത്തുകൾ പാലിക്കുന്നവൻ കണ്ണുകൊണ്ട് ദഅവത്ത് നടത്താൻ കഴിയും. കയ്യിന്റെ സുന്നത്തുണ്ട്. കയ്യിന്റെ സുന്നത്ത് എന്താ? കയ്യിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗപ്പെടുത്തുക. കാലിന്റെ സുന്നത്തും അങ്ങനെ തന്നെയാണ്. കൽബിന്റെ സുന്നത്തുണ്ട്. എന്താ കൽബിന്റെ സുന്നത്ത്? ദിക്റുൽ മൗത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം സൂറത്തു യാസീനാണെന്നാണ്. സൂറത്തു യാസീനിലെ ചർച്ചാ വിഷയം മൗത്താണ്. ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്തു യാസീനിന്റെ പ്രമേയം എന്ന് പറയുന്നത് ദിക്റുൽ മൗത്താണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞു. ശരിക്കും മൃഗങ്ങളുടെ ഇബാദത്ത് ദിക്റുൽ മൗത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങൾ എപ്പോഴും അവർ ചെയ്യുന്ന പ്രധാന ഇബാദത്ത് ദിക്റുൽ മൗത്താണ്. അതുകൊണ്ട് കോഴിയെ അറുക്കുന്നവൻ ഞാൻ മരിക്കുമല്ലോ എന്നാലോചിക്കണം. അപ്പോഴാണ് താൻ അറുത്ത് കളയുന്ന ജീവിയുടെ ഇബാദത്ത് അവൻ ഏറ്റെടുത്തവനാവുകയുള്ളൂ. മരം മുറിക്കുന്നവൻ 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലണമെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. കാരണം മരം 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലുന്ന വസ്തുവാണ്. മരത്തിനോട് അല്ലാഹു തആല 24 മണിക്കൂർ തസ്ബീഹ് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനുഷ്യനോട് 24 മണിക്കൂർ കൽപ്പനയില്ല. പിന്നെന്താ കൽപ്പന? വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അധികരിച്ചു ചൊല്ലുക എന്നാണ്. അധികരിച്ച് ചെല്ലുക എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ, അഥവാ 12 മണിക്കൂറിൽ കൂടുതൽ. 12 മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവനാണ് മരം മുറിക്കാൻ അവകാശമുള്ളത്. നാവിന്റെ സുന്നത്ത് പാലിക്കുന്ന ആൾക്കേ നാവ് കൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. ഇഫ്ളി ലിസാനക അയ്യുഹൽ മഗ്റൂറു ലാ യൽദഹന്നക അന്നഹാ സുബ്ഹാനു. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. അതൊരു പാമ്പാണ്, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. നാവ് എന്ന പാമ്പ് കടിച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ടെന്ന് നീ ആലോചിക്കണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കുക അവന്റെ നാവിനെയായിരിക്കുമെന്നാണ്. അവന്റെ ഇൽമ്, അവന്റെ വിജ്ഞാനം ന്യായം പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നാവിന് പിശാച് സ്വാധീനിച്ചതിന്റെ ലക്ഷണം. ശൈത്താനെ സ്വാധീനിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായി ചെയ്തത് അവന്റെ ഇൽമിനെ ന്യായം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്തായിരുന്നു ന്യായം? ഖലഖതനീ മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. മണ്ണിനേക്കാൾ പ്രാധാന്യമുള്ള തീ കൊണ്ടല്ലേ എന്നെ പടച്ചത് എന്നതായിരുന്നു ന്യായം. അത് ശരിയാണ്. മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്ന അവന്റെ വാദം ശരിയാണ്. പടച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം. ഇതാണ് പ്രശ്നം. അപ്പൊ ഒരാളുടെ നാവിൽ പിശാച് കയറിയാല് അവന്റെ ഇൽമ് ന്യായം പറയാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ എന്നതാണ്. ഇതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെ സംഭവിച്ചത്. അപ്പൊ നല്ലോണം സൂക്ഷിക്കണം. നാവിന്റെ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സംസാരിക്കാതിരിക്കലാണ്. സംസാരിക്കലല്ല. നാവിന്റെ സുന്നത്ത് സംസാരിക്കലല്ല, സംസാരിക്കാതിരിക്കലാകുന്നു. സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതില്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾ കരയൽ ആരംഭിക്കുന്നുണ്ടെന്നാണ്. അത് കുട്ടിയുടെ സംസാരമാണ്. അപ്പൊ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നതാണ്. എങ്ങനെ സംസാരിക്കാം എന്നല്ല,
എങ്ങനെ സംസാരിക്കാതിരിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ ഇനി പഠിക്കാനുള്ളത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഗ്ദാദ് അങ്ങാടിയിലുള്ള പള്ളിയിലെ ഖത്തീബും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളുമായിരുന്നു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ് ഇറാഖിലെ പ്രസിദ്ധമായ ജുമാഅത്ത് പള്ളിയിലെ ഖത്തീബാണ്. വെള്ളിയാഴ്ച അദ്ദേഹം ജുമാഅക്ക് ശേഷം പ്രഭാഷണം നടത്തും. മഹാനവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമായി പള്ളി നിറഞ്ഞു കവിയും. വലിയ പ്രഭാഷകനായിരുന്നു, വലിയ ദാഇയായിരുന്നു, വലിയ ദാവാ പ്രവർത്തകനായിരുന്നു. എന്തൊക്കെ ദാവത്ത് നടത്തിയിട്ട് എന്താ കാര്യം? മൂപ്പരെ ജ്യേഷ്ഠൻ നിസ്കരിക്കാൻ വരില്ല. നാട്ടുകാർ മുഴുവൻ നന്നാവുണ്ട്, ജ്യേഷ്ഠൻ നിസ്കരിക്കൂല. അങ്ങനെ അവസാനം കുടുങ്ങിയിട്ട് ഉമ്മാനോട് ചെന്ന് പറഞ്ഞു, ഉമ്മ ഇങ്ങളൊന്ന് ഇക്കാക്കാട് പള്ളിക്ക് വരാൻ വേണ്ടി പറയണം, ഞാൻ ആകെ കുഴങ്ങിയായിരുന്നു. എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രസംഗം കേൾക്കാനും ജുമയിൽ പങ്കെടുക്കാനും നിസ്കരിക്കാനും ഒരുപാട് ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി മാത്രം വരുന്നില്ല. അതുകൊണ്ട് ഉമ്മ ഒന്ന് പറഞ്ഞിട്ട് ഓനോടൊന്ന് പള്ളിക്കൊക്കെ വരാൻ വേണ്ടി പറയണം. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ അനിയൻ ഈ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയിലെ ഖത്തീബാണ്, എനിക്കറിയാലോ. ഓനാകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇജ്ജ് നിസ്കരിക്കാൻ ചെല്ലണില്ല എന്നുള്ള ആകെ ഒരു പ്രശ്നമുള്ളൂ. അതുകൊണ്ട് മോനൊന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ഇപ്പം എന്താ കുഴപ്പം? മുഹമ്മദ് ഗസാലി നിസ്കരിക്കാത്ത ആളൊന്നല്ല കേട്ടോ, പള്ളിയിൽ കയറില്ലാന്നേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം. അതിനിപ്പം അടുത്ത വെള്ളിയാഴ്ച പോകാറുണ്ട്. പിന്നത്തെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ വന്ന അവല് സൊഫിലിരുന്നു. അബൂ ഹാമിദുൽ ഗസാലിക്ക് സന്തോഷമായി. ഇന്ന് ഇക്കാക്ക ജുമയ്ക്ക് വന്ന ദിവസമാണ്, ഇന്നത്തോടുകൂടെ എല്ലാ പ്രശ്നവും തീരാൻ പോവുകയാണെന്നാണ് മൂപ്പര് കരുതിയത്. ഖുത്ബയെ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങി. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചപ്പോ മുഹമ്മദുൽ ഗസാലി കയ്യച്ച് കണ്ട് മുന്നിൽ കൂടി ഒരൊറ്റ പോക്കാണ് പോയി. വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ കുടുങ്ങി. ചില ആൾക്കാർ വന്നാൽ ആകെ കുടുങ്ങുമല്ലോ, അതേമാതിരിയായി. വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ജുമാ കഴിഞ്ഞ ഉടനെ അബൂ ഹാമിദുൽ ഗസാലി പള്ളിയിൽ നിന്ന് ആരോടും സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങി ഉമ്മാന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മ ഇക്കാക്ക പള്ളിയൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ സ്വീപ്പായിരുന്നില്ല, വന്നതിനാലെ ഞാൻ ആകെ കുഴങ്ങി. ഓന് രണ്ടാമത്തെ റക്അത്തേക്ക് ഇമാമോട് നീച്ചപ്പോ കയ്യഴിച്ച് പോയി പറഞ്ഞു. മുഹമ്മദുൽ ഗസാലി വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഇന്ന് നീ ജുമാക്ക് പള്ളിയിൽ പോയി രണ്ടാം റക്അത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്നതെന്തേ? ആ സമയത്ത് മുഹമ്മദുൽ ഗസാലി പറഞ്ഞു, ഉമ്മ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ നിസ്കാരത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ ഇമാമ് രക്തത്തിലാകെ കുളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു, ചോരയിലാകൺ പെനഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പെരേന്നാണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. വൈകുന്നേരം അബൂ ഹാമിദുൽ ഗസാലി വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ രക്തത്തിൽ ആകെ കുളിച്ചു, അപ്പൊ ഞാൻ പോന്നു എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞു, ഉമ്മ അത് കാക്ക പറഞ്ഞത് കാര്യമാണ് പറഞ്ഞു, അത് ശരിയാണ്. എന്താ സംഭവം? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തന്റെ വജീസിന്റെ രചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബസീത്ത് എഴുതി, വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ തോന്നി, ഒരാൾ ജീവിതകാലം മുഴുവൻ നോക്കിയാലും ഇത് തീരൂല, ഒന്ന് ചുരുക്കുക തോന്നി. അങ്ങനെ മൂപ്പരന്നെ അതൊന്ന് ചുരുക്കി, അതാണ് വസീത്ത് എന്ന് പറയുന്നത്. വസീത്ത് എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ തോന്നി, ഇതൊന്നും ഇപ്പൊ ഒരാൾ നോക്കിയെത്തൂല, ഒന്നും കൂടി ചുരുക്കുക എന്ന്. അങ്ങനെ മൂന്നാമത്തെ ചുരുക്കലാണ് വജീസ്. മൂന്നാമത്തെ ചുരുക്കൽ നടക്കുകയാണ്. ഹൈദ് നിഫാസിന്റെ മസ്തലങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിക്കന്ന് വാങ്ങിക്കൊടുത്ത് അതിൽ മൂപ്പര് ആ പേനയും കടലാസും അവിടെ വെച്ചുകൊണ്ട് പള്ളിയേക്ക് പോയതാണ്. രണ്ടാമത്തെ റക്അത്തേക്ക് കണ്ട് എഴുന്നേറ്റപ്പോ ആ എഴുതിയതിന്റെ ബാക്കി ഇങ്ങനെ ഓർമ്മ വന്നു, അതാണ് ചോരയിൽ കുളിച്ചു പറഞ്ഞത്. വേഗം പോയി. അബൂ ഹാമിദുൽ ഗസാലി വീട്ടിൽ നിന്നിറങ്ങി നേരെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ജ്യേഷ്ഠനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉക്കാക്ക എന്നെ ഒന്ന് നേരാക്കണം എന്ന് പറഞ്ഞു, എന്നെ ഒന്ന് നന്നാക്കി തരണം. ആ സമയത്ത് അബൂ ഹാമിദുൽ ഗസാലിയോട് ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി പറഞ്ഞതാണ്, നന്നാക്കണേന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നാക്കാം, പക്ഷേ 2 കൊല്ലം മിണ്ടാതിരിക്കണം, അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ,
അങ്ങനെ 2 കൊല്ലം മിണ്ടാതിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നന്നാക്കാന്നുള്ളു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലെ ജോലി രാജിവെച്ചു, കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഇറാഖിന്റെ പ്രാന്തപ്രദേശത്തുള്ള മസ്ജിദ് തൂസ് എന്ന പള്ളിയിൽ പോയി 2 കൊല്ലം സംസാരിക്കാതെ താമസിച്ചു. ആ 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. ഇഹ്യാ ഉലൂമുദ്ദീന്റെ രചന നിർവഹിച്ചെങ്കിലും ഗസ്സാലി ഇമാമിന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവസരമുണ്ടായില്ല. അപ്പോഴേക്കും അദ്ദേഹം വഫാത്തായി. ഇഹ്യാ ഉലൂമുദ്ദീന്റെ തത്വങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇഹ്യയുടെ തത്വം അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ പ്രഭാഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. സ്ഥിരമായി അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കും. അതാണ് ഗൗസുൽ ആദമിന്റെ പ്രസംഗം. ഗൗസുൽ ആദം പ്രസംഗിക്കുന്ന പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിശബ്ദരായിരുന്ന് കേൾക്കും. അള്ളാഹിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ട് സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു എന്ന് ഗൗസുൽ ആദമിന്റെ താരീഖിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ നാവിന്റെ സുന്നത്ത് പാലിക്കണം. നാവിന്റെ സുന്നത്ത് പാലിക്കുക എന്ന് പറഞ്ഞാല് വർത്താനം പറയലല്ല, പറയാതിരിക്കലാകുന്നു നാവിന്റെ സുന്നത്ത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യനാളിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ ഖൈറിനെ പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കലാണ് അസ്ല്. പറയുകയാണെങ്കിൽ ഖൈറ് പറയണം, പറയണമെന്നില്ല, എന്ത് ചെയ്താൽ മതി? മിണ്ടാതിരുന്നാൽ മതി. അപ്പൊ അസ്ല് എന്താണ്? മിണ്ടാതിരിക്കലാണ്. അപ്പൊ അസ്ല് മിണ്ടാതിരിക്കലാണ്. അപ്പൊ നാവിന്റെ ഉപയോഗം മിണ്ടാതിരിക്കുക എന്നല്ല. ശരിക്ക് നാവ് ശരിക്ക് വർത്താനം പറയാനുള്ള സാധനമല്ല. നമ്മളെ വായ വർത്താനം പറയാനുള്ളതല്ല. നമ്മൾ വർത്താനം സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല. നാവ് രുചി അറിയാനുള്ള സാധനം. ചുണ്ട് സംസാരിക്കാനുള്ളതല്ല. ചുണ്ട് വായിലേക്ക് എന്തെങ്കിലും കടന്നു പോകുന്നതിന് മറിച്ചൊക്കെയുള്ള സാധനമാണ്. പല്ല് സംസാരിക്കാനുള്ളതല്ല, അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവക്കാനുള്ള സാധനമാണ്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കാൻ നമ്മുടെ ആമാശയം വരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആമാശയത്തിലെ വായു എടുത്താണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാരം നിൽക്കുന്നത് ആമാശയത്തിൽ സ്റ്റോർ ചെയ്ത വായു കഴിയുമ്പോഴാണ്. അപ്പൊ രണ്ടാമതിന് ശ്വാസം വലിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശ്വാസം വലിക്കുന്നത് വായയിലൂടെയാണ്, മൂക്കിലൂടെ അല്ല. മൂക്കിലൂടെ വലിച്ചാലും അങ്ങോട്ട് തന്നെ എത്തുക. സംഗതി നമ്മൾ വായിലൂടെ വലിക്കുക, കാരണം ആമാശയം നിറക്കുകയാണ്. അപ്പൊ ആമാശയത്തിൽ വായു നിറച്ചിട്ട് അതെടുത്താണ് പിന്നെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആമാശയം സംസാരിക്കാനുള്ള സാധനമല്ല. ഈ പറഞ്ഞ ഒരു സാധനവും സംസാരിക്കാനുള്ളതല്ല. എല്ലാം നമ്മൾ പഠിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് സംസാരം പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം. സംസാരം എന്ന് പറഞ്ഞത് പഠിപ്പിക്കേണ്ട സാധനമാണ്. അത് പഠിപ്പിച്ച്, അത് പഠിച്ചുണ്ടാക്കി. കാരണം ഈ സാധനം പ്രകൃതിപരമായി അതിന് ഉപയോഗിക്കാനുള്ളതല്ല. അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ളതല്ല. നമ്മളത് സംസാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നതാണ് അസ്ല്. സംസാരിക്കുക എന്നുള്ളത് 2ാം സ്ഥാനത്താണ്. സംസാരിക്കുകയാണെങ്കിൽ ഖൈറ് പറയട്ടെ. ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, സംസാരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഖൈറിനെ പറയട്ടെ. പറയുകയാണെങ്കിൽ ഖൈറായിരിക്കണം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ആർക്കാണ് നേട്ടം? പറഞ്ഞാലാണോ നേട്ടം? പറയാതിരുന്നാലാണോ നേട്ടം? പറഞ്ഞാൽ ആർക്ക് നേട്ടം? നമ്മളൊരു വർത്താനം പറഞ്ഞാൽ തെറ്റി നിൽക്കുന്ന 2 ആൾക്കാർ നന്നാകുക. നേരത്തെ തെറ്റിയൊരു കൂടുതൽ തെറ്റയ്യ. നമ്മളൊരു പ്രസംഗം നടത്തി, നല്ലൊരു പ്രസംഗം. 2 ആൾക്കാർ തമ്മിൽ തെറ്റായിരുന്നു. ഒരു കൂടുതൽ തെറ്റാൻ അത് ഉപയോഗപ്പെടുമോ, അതോ തെറ്റിയ 2 ആൾക്കാർ നന്നാവാൻ അത് പറ്റുമോ? നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട കാര്യമാണ്. നന്നാവാനാണ് പറ്റുന്നതെങ്കിൽ കളവ് വരെ പറയാമെന്നാണ്. മസ്ലഹത്തിന് വേണ്ടി കളവ് പറയാമെന്നല്ലേ. 2 ആളുകൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടി കളവ് പറയാം. 2 ആൾക്കാർ തമ്മിൽ തെറ്റി.
ഒരാളടുത്ത് ചെന്നിട്ട് പറയാ, പിന്നെ മറ്റോൻ എന്നോട് മുണ്ടണമെന്നുണ്ട്, എന്നോട് ഇപ്പോഴും കൂടിയും പറഞ്ഞിട്ടുള്ളൂ പറയാ. ഓൻ്റെ അടുത്ത് ചെന്നിട്ടും പറയാം, അവൻ എന്നോട് മുണ്ടണമെന്നുണ്ട്, എന്നോട് ഇപ്പോഴും കൂടിയും പറഞ്ഞിട്ടുള്ളൂ. നീ ഈ കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് പറയാം, മറ്റോനോടും പറയാം ആദ്യം കാണുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു രണ്ടാളും കൂടിയും കണ്ടുമുട്ടുമ്പോൾ രണ്ടാളും സലാം കൊണ്ട് ഏറ്റുമുട്ടിക്കോളും. അപ്പോലെ നന്നായി. മസ്ലഹത്തിന് വേണ്ടി കളവ് വരെ പറയാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സംസാരം കൊണ്ട് മസ്ലഹത്താണോ ഉണ്ടാവുന്നത്, അതല്ല മഫ്സദത്താണോ ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് മസ്ലഹത്തില്ലാതിരിക്കുകയും എന്തുകൊണ്ട് മഫ്സദത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പഠന വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലം 63 കൊല്ലം സംസാരിച്ചു. 23 കൊല്ലം ദഅവത്തിന്റെ ഭാഗമായി സംസാരിച്ചു. 63 കൊല്ലം സംസാരിച്ചിട്ടുണ്ട്. 23 കൊല്ലം ദഅവത്തിന്റെ ഭാഗമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ലഫ്ള് പോലും തിരിച്ചെടുക്കേണ്ടതില്ല. ഞാൻ ആ പറഞ്ഞത് എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയതാണ് എന്നൊരിക്കൽ പോലും പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ അബദ്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സുബദ്ധങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ച സംസാരങ്ങളിലൊന്നും മടക്കിയെടുക്കേണ്ടതോ തിരുത്തി പറയേണ്ടതോ ആയി വന്നിട്ടില്ല. വഹയിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പറയുകയും വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് തിരുത്തുകയും ചെയ്തതല്ലാതെ, അത് ആദ്യത്തേതും വഹിയാണ്, രണ്ടാമത്തേതും വഹിയാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വന്നു, വഹയിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വന്നു. അപ്പൊ ഇങ്ങനെ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം. ശരിക്കും മൊബൈൽ ഫോണിന്റെ പരസ്യം തന്നെ ഇനി ഇവിടുന്നാണ്ട് പറഞ്ഞു തുടങ്ങിക്കോളി, 10 വയസ്സേ ഉള്ളൂ എന്നാണ്. പറഞ്ഞുകൂടിയാണ്ട് ധാരാളം പറഞ്ഞോളി എന്നാണ്. എങ്ങനെ പറയാതിരിക്കാം എന്നതാണ് പഠിക്കാനുള്ള വിഷയം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെ പറയാം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുകൊണ്ട് നാവിനെ ഒരാൾക്ക് ദഅവത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റണമെങ്കിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് കഴിയണം. നിയന്ത്രിതമായ നാവാണ് യഥാർത്ഥത്തിൽ ദഅവത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. നാവിന്റെ സുന്നത്തുകൾ പാലിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ധാരാളം പറയുന്ന ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന ആൾ പറഞ്ഞു കൊടുത്താലേ ശരിയാവുള്ളൂ. ഖുർആൻ ഓതുന്ന ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസ്സും ഖുർആൻ ഓതാത്ത ഉസ്താദ് പഠിപ്പിക്കണ ഖുർആൻ ക്ലാസ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഖുർആൻ ഓതുന്നവനെ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. സുന്നത്ത് നിസ്കരിക്കുന്നവനെ ഫർദ് നിസ്കരിക്കാൻ പറയാൻ കഴിയുള്ളൂ. ചില ആൾക്കാർ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും. അതിനെന്താ കാരണം? അയാൾ സുന്നത്ത് ധാരാളം നിസ്കരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ നോൻപ് വെറുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സ് തട്ടും. ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണല്ലോ, നിസ്കരിക്കുന്ന ആള് പലിശക്ക് പൈസ കൊടുക്കുക. പലിശക്ക് പൈസ കൊടുക്കുന്ന ആള് സുബ്ഹിക്ക് വരെ പള്ളിയിലുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു അനുഭവമാണ്. നിസ്കരിക്കുന്നവൻ നോമ്പ് നോൽക്കാത്ത അവസ്ഥ, നോമ്പ് നോൽക്കുന്നവൻ നിസ്കരിക്കാത്ത അവസ്ഥ. സൽക്കാരത്തിനൊക്കെ പോകുമ്പോ റമദാൻ മാസത്തിൽ സൽക്കാരത്തിന് നോമ്പുറക്കൊക്കെ പോകുമ്പോൾ ഒപ്പൊക്കെ പോരും, നോമ്പൊക്കെ ഉണ്ടാവും. കാരക്കൊക്കെ തിന്ന് പച്ചവെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്ന് എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുമ്പ് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആദ്യമൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അവസാനം ചായ പിടിക്കാനാകുമ്പോൾ ഘടന വരും. ഒറിജിനൽ നോമ്പുകാരനാ, നല്ല നോമ്പൊക്കെ ഉണ്ട്, നോമ്പ് തുറന്നു, ഓന് നിസ്കരിക്കാൻ തോന്നുന്നില്ല. എന്താ കാരണം? അവനെ എന്താണ് സ്വാധീനിച്ചിരിക്കുന്നത്? അർഹതയില്ലാത്ത ആളുകൾ പ്രസംഗിച്ചാൽ ഓപ്പോസിറ്റാ മനസ്സിലാകുക. ഒരു അർഹത ഇല്ലാത്ത ഒരാൾ തൗബയെ കുറിച്ച് സംസാരിച്ചാൽ കേൾക്കുന്നവർക്ക് തെറ്റിയണം എന്നാ മനസ്സിലാകുക. ഷെയ്ത്താന്റെ അടുത്ത് കുറേ പ്രഭാഷണ വിഷയങ്ങളുണ്ട്. മുമ്പ് ഭയങ്കര വായതാണ്, നല്ലോണം വായത് പറയും. നല്ല ദായിയാന്നാ നമുക്ക് തോന്നുന്നത്. ഷെയ്ത്താനെ ഭയങ്കര ദാവത്തായിരിക്കും. ഷെയ്ത്താന്റെ പദ്ധതി എന്താ വെച്ചാല് നമ്മളെല്ലാവരും ഷെയ്ത്താന്റെ ആളുകളാവണം എന്നവന് ആഗ്രഹമൊന്നുമില്ല. അള്ളാന്റെ ആളാകരുത് എന്നേ ആഗ്രഹമുള്ളൂ. വേറെ ആരുതായാലും കുഴപ്പമില്ല. നമ്മൾ കരുതിയ എന്താ വെച്ചാൽ ഷെയ്ത്താൻ ആളുണ്ടാക്കുക എന്നാണ്. അങ്ങനല്ല, അള്ളാഹ്ക്ക് ആളില്ലാതാക്കുകയാണ്. അള്ളാഹുവിന് ആളുകൾ ഉണ്ടാവരുത്, അത്രേ ലക്ഷ്യമുള്ളൂ. വേറെ എന്തിലേക്ക് തിരിഞ്ഞാലും ഓനെ അതൊരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അള്ളാഹുവിന് നേരെ എതിരിലായി അവൻ സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും അതിൽപ്പെട്ടു പോകുന്നു. സുന്നത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്നതിന് പകരം മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മളിലും വരുന്നു. നല്ലൊരു സുന്നത്ത് കണ്ടിട്ട് ആ സുന്നത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ
നബിതങ്ങളിലേക്കല്ലാതെ അത് മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഭക്ഷണത്തിലെ സുന്നത്ത് ഉദാഹരണം, ഭക്ഷണത്തിലെ പല സുന്നത്തുകളും ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് അത് ദഅവത്തും അത് ശരിയുമാകുന്നത്. പുണ്യ നബിയുടെ സുന്നത്താണ് എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അത് നമ്മൾ വേറെ പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. യാത്രയുടെ സുന്നത്തുകൾ മറ്റു പലരിലേക്കും ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സലാം പറയുന്നതിന്റെ സുന്നത്ത്, വസ്ത്രധാരണയുടെ സുന്നത്ത്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദഅവത്തായി മാറുന്നത്. ആധുനിക മാധ്യമങ്ങളെ നമുക്ക് പല നിലക്ക് ഉപയോഗപ്പെടുത്താം. ഒരു പ്രധാനപ്പെട്ട അസ്ല് നമ്മൾ മനസ്സിലാക്കി വേണം ദഅവത്തിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്താൻ. എന്താണ് ആ അസ്ല്? നമ്മുടെ ഈമാനിന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. നമ്മൾ എത്ര ആലോചിച്ചാലും സിറാത്ത് പാലം എങ്ങനെയെന്ന് മനസ്സിലാവാൻ പോണില്ല. മുടിയേക്കാൾ നേർമയായത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, കറുപ്പ് ശക്തമായത്, അതൊക്കെ സമ്മതിച്ചു. നരകത്തിന്റെ മേലിട്ടത് അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം? നരകം എന്ന് പറഞ്ഞാൽ അത്രേ, നരകത്തിന്റെ ആഴം 70,000 കൊല്ലം. അപ്പൊ നരകത്തിന്റെ വീതി 70,000 കൊല്ലം ഉണ്ടാവുമല്ലോ. 70,000 കൊല്ലം നടന്നാൽ അക്കരെ കടക്കാൻ മാത്രം നീളമുള്ള ഒരു മുടി അയമക്കൂടി മനുഷ്യന്മാര്, ഇക്കണ്ട കോടാനക്കോടി മനുഷ്യന്മാര് മുഴുവൻ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബുദ്ധിയിൽ ഒതുങ്ങും? നമുക്ക് എങ്ങനെ മനസ്സിലാവും അത്? ഒരിക്കലും അത് ആലോചിച്ച് മനസ്സിലായിട്ട് ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെന്താ? നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലായപ്പോൾ സിറാത്ത് പാലം മനസ്സിലായതാണ്. ഞാനീ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലായ വിഷയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലായതാണ്. ഇതാണ് മനസ്സിലായത്. അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവണമെങ്കിൽ 4 കാര്യങ്ങൾ മനസ്സിലാകണം. അർസലം ബിയദവി ഫഅതാന ബിസ്സുദ്ഖി വത്തബ്ലീഗി വല്ലമാന. ഫതാനത്ത്, അമാനത്ത്, തബ്ലീഗ്, സുദ്ഖ്, ഈ 4 കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാകുന്നു എന്ന് മനസ്സിലാവുക. മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് മനസ്സിലാകുമ്പോഴേ സിറാത്ത് പാലം മനസ്സിലാകുള്ളൂ, അപ്പോഴേ മീസാൻ മനസ്സിലാകുള്ളൂ, അപ്പോഴേ ഹിസാബ് മനസ്സിലാകുള്ളൂ, അപ്പോഴേ ഹൗദ് മനസ്സിലാകുള്ളൂ, ജന്നത്തും നാറും മനസ്സിലാകുള്ളൂ. അതിന് മുമ്പ് അത് മനസ്സിലാകാൻ പോണില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാന്റെ ബേസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു തന്നെ ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നീതിമാനായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് മുഅ്മിനാവൂല. മുഹമ്മദ് നബിയുടെ ശരീരം ഭയങ്കര ഉഷാറായിരുന്നു എന്നൊരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് മുഅ്മിനാവൂല. ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ ഭരണം വരികയാണെങ്കിൽ ഇസ്ലാമിന്റെ ഭരണ വരേണ്ടതെന്ന് ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് മുസ്ലിം ആവൂല. മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലാണ് തന്നെ വിശ്വസിക്കണം, അപ്പോഴാവുള്ളൂ. അള്ളാന്റെ റസൂലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ, ആ വിശ്വാസം വരണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വിശ്വാസത്തിൽ വരണം. അതുകൊണ്ട് നബിതങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഈ 4 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ദീനീ ദഅവത്തായി മാറുന്നത്. വാട്സപ്പിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ നമ്മൾ ധാരാളം വീഡിയോകൾ ഷെയർ ചെയ്യുന്നു. ദഅവത്തിന് വേണ്ടിയുള്ള ഷെയറിംഗ് ആണെങ്കിൽ ഈ 4 കാര്യങ്ങളിൽ ഒന്നായിരിക്കണം, അപ്പോഴാണ് ദഅവത്താവുള്ളൂ. കാരണം ഈ 4 കാര്യത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാന്റെ റസൂലാണ് എന്ന് ബോധ്യമാവുള്ളൂ. അള്ളാന്റെ റസൂലാണെന്ന് ബോധ്യമായാലേ ഈമാനിന്റെ ബേസായ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിലേക്ക് എത്തിച്ചേരുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിച്ചത്, അള്ളാഹുവിലല്ല. ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതല്ല, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന തൗഹീദ്. എന്താ വ്യത്യാസം? അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല, മറ്റാരുമില്ല എന്നതല്ല ഈമാൻ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് അള്ളാഹുവിന്റെ റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ ഇല്ല എന്നതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന തൗഹീദ്. അതുകൊണ്ട് ഈ തൗഹീദ് തന്നെ മനസ്സിലാവണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാവണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടായത് അതാണ്. സിദ്ദീഖ് തങ്ങൾക്ക് ഉണ്ടായത് അതാണ്. മഹാനവറുകൾ കച്ചവടത്തിന് വേണ്ടി പോയതാണ്. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ ഇല്ലാത്ത ഒരു ദിവസം ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു മുകളിലേക്ക് വന്നു. അങ്ങനെ അത് അവിടെ പൊട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറി. ഓരോ കഷ്ണം മക്കയിലുള്ള ഓരോ പ്രധാനപ്പെട്ട കുടുംബങ്ങളുടെ വീട്ടിലേക്ക് ഓരോ കഷ്ണം. അവസാനം എല്ലാ വീട്ടിലേക്കും പോയ കഷ്ണങ്ങൾ ചേർന്ന് വീണ്ടും ഒന്നായി മാറി. നല്ല വലുപ്പമുള്ള ഒരു ചന്ദ്രൻ. എന്നിട്ട് അതിങ്ങനെ ഇറങ്ങി വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോ മൂപ്പര് ഇങ്ങനെ കൊണ്ട് അണഞ്ഞൂട്ടിന് പിടിച്ചേക്കിനെ ഉണർന്നു. പിന്നെ ഉറക്കം വന്നില്ല. സാധാരണ സ്വപ്നം കാണാറുണ്ട്. ഇതൊരു സാധാരണ സ്വപ്നമല്ല എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മനസ്സിലായപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച തഅബീറുൽ മനാം അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്നു. സ്വപ്ന വ്യാഖ്യാനം അറിയാവുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ തഅബീർ എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അവസാനത്തെ പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്, നിങ്ങൾ ആ അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുമെന്നാണ് ഇതിന്റെ തഅബീർ. ആ കച്ചവടം കഴിഞ്ഞ് നാട്ടിലെത്തി. നാട്ടിലെത്തിയാലും ഒരു കച്ചവടം ഉണ്ടാവും. കാരണം കച്ചവടം കഴിഞ്ഞ് പണവുമായല്ല തിരിച്ചു വരിക, മക്കയിൽ ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് വരിക. അങ്ങനെ വന്ന ഉടനെ ഒരു കച്ചവടം ഇവിടെ ഉണ്ടാവും. ആ രണ്ടാം കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബൂജഹൽ ചെന്നിട്ട് ചോദിച്ചു, വല്ല വിവരം അറിഞ്ഞോന്ന് ചോദിച്ചു. ഇല്ല അറിഞ്ഞു. ഒന്നും അറിഞ്ഞില്ലേ ചോദിച്ചു. ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ചോദിച്ചു. എന്നാ അതല്ല അറിയേണ്ടത്, എന്തേ സംഭവിച്ചു ചോദിച്ചു. എന്റെ വലിയ കൂട്ടുകാരൻ ചെങ്ങായായ മുഹമ്മദ് ഇല്ലേ, ആ ഉണ്ട്, ആ ഓന്റെ പടച്ചോൻ നബിയാക്കിയിരിക്കണം തരയാറും തന്നെ ചോദിച്ചു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ മെല്ലെ വീട്ടിൽ പോയിട്ട് നന്നായി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, സിദ്ദീഖ് അബ്ദുൽ കാബ എന്നാണ് പഴയ പേര്. അബ്ദുൽ കാബ, എന്നെ അള്ളാഹു റസൂലാക്കിയിരിക്കുന്നു, എനിക്ക് ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതിക്കൊടുത്തപ്പോ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ അത് പല ആളുകളും സ്വീപ്പാക്കാൻ നോക്കിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകൾ സ്വീപ്പാക്കാൻ വേണ്ടി നോക്കി. ഏറ്റവും പ്രധാനപ്പെട്ട അവസരം ഉണ്ടായത് മിഅ്റാജിന്റെ രാത്രി. മിഅ്റാജിന്റെ രാത്രി രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷയാവതരണം നടത്തുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യ വീട്ടിലേക്ക് പോയതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട് മദീനയുടെ അതിർത്തിയിലായിരുന്നു. മദീനയുടെ അതിർത്തിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് പോയതായിരുന്നു. മിഅ്റാജിന്റെ വിശദീകരണം കേട്ട് അത് വിശ്വസിക്കാൻ കഴിയാതിരുന്ന മുനാഫിക്കുകൾ മെല്ലെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. വെയിൽ ചൂടാവാനായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്നത് അവർ കാത്തുനിന്നു. സിദ്ദീഖ് തങ്ങളെ സമീപിച്ചവർ പറഞ്ഞു, അല്ലയോ അബൂബക്കർ, നീ അറിഞ്ഞോ? എന്തെന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ സാധാരണ ഇതുവരെ നടന്ന വിടൽസ് പോലത്തതല്ല ഇപ്പത്തെ വിടൽസ്. ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ബൈത്തുൽ മുഖദ്ദസ് കണ്ടു പോയി. ഫലസ്തീനിൽ നമ്മൾ സാധാരണ കച്ചവടത്തിനൊക്കെ പോകുമ്പോ 40 ദിവസം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഫലസ്തീനിക്ക് ഇന്നലെ രാത്രി പോയി. എന്നാലും ഫലസ്തീനിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് 7 ആകാശങ്ങൾ കയറി അവന്റെ റബ്ബിനെ നേർക്ക് നേരെ കണ്ട് സംഭാഷണം നടത്തിയിട്ട്
പോയ വഴിക്ക് മടങ്ങി വന്ന് നേരം വെളുത്തപ്പോ അതിന് കിടക്കപ്പായിൽ എത്തിന്നാ ഇന്നലെ ഇന്ന് രാവിലെ പറഞ്ഞു എന്റെ നബി അത് പറഞ്ഞു ചോദിച്ചു. ആ പറഞ്ഞു എന്നാലും അബൂബക്കർ അത് വിശ്വസിച്ചു പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഇതാണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യം ഉണ്ടാവുന്നതിനനുസരിച്ചാണ് ഈമാന്. ആ താല്പര്യം കുറയുന്നതിനനുസരിച്ചാണ് ഈമാൻ പോലെ. താല്പര്യം ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് ആദ്യം ഈമാൻ അതിന്റെ കമാലിയത്തിൽ നിന്ന് പോകും, പിന്നെ ഈമാൻ സമ്പൂർണമായും പോകും. ആദ്യം കമാലിയത്തിൽ നിന്ന് പോകും. മുബത്തദീകൾക്കൊക്കെ ഈമാൻ ഉണ്ട്, പക്ഷെ കമാലിയത്തില്ല. എല്ലാ വിദാത്താരെയും പരിശോധിച്ച് നോക്കി, മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ്. ഒന്ന് റബീഉൽ അവ്വലും ഒന്ന് റമദാൻ മാസത്തിലും. റമദാൻ മാസത്തിൽ തോനെ കൂലി കിട്ടണോണ്ട് അത് മുടക്കാൻ നോക്കുക. റബീഉൽ അവ്വലിന് എങ്ങനെങ്കിലും നബി തങ്ങളൊരു സാധാരണ മനുഷ്യനും കൊണ്ട് ആയി കിട്ടായിട്ട് ഭയങ്കര ഇടങ്ങേറ്. എങ്ങനെങ്കിലും പറഞ്ഞൊടിച്ച് ഏതെങ്കിലും ആയത്തില് നബി തങ്ങളൊരു സാധാരണ മനുഷ്യനായി കിട്ടുമോ നോക്കി നടക്കുക ചില ആൾക്കാർ. അത് റബീഉൽ അവ്വലായ ഉണ്ടാവും. ശരിക്കും ആ തർക്കം ആത്മാർത്ഥാണെങ്കിൽ റബീഉൽ അവ്വലിന് മാത്രം ഉണ്ടാവേണ്ട ഒരു തർക്കമല്ലല്ലോ. ഏതെങ്കിലും രണ്ടാൾക്കാർ 4 സലാത്തി എല്ലാം ഒരുങ്ങണ സമയത്ത് മാത്രം ഈ തർക്കത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരാള് ലൂറിസ്കാരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 100 സലാത്തി അല്ലട്ടെ എന്ന് കരുതി ലൂറിസ്കരിക്കാൻ വേണ്ടി ഒതൊക്കെ ഉണ്ടാക്കി സുന്നത്തുസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ജമാഅത്ത് തുടങ്ങാൻ കുറച്ച് നേരമുണ്ട്. ഒരു 100 സലാത്ത് ചെല്ലട്ടെ എന്ന് കരുതിയാല് ഒരു വഹാബിയോടോ ഒരു ജമാഅത്തുകാരനോടോ ഞാൻ ഒരു 100 സലാത്ത് ദൂറിന്റെ മുമ്പ് ചെല്ലട്ടെ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഏയ്, നബിയോ അല്ലെങ്കിൽ സഹാബത്തോ സച്ചരിതരായ മുൻഗാമികളോ ളുഹർ നിസ്കാരം ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 100 സ്വലാത്ത് ചൊല്ലിയതായി സ്വഹീഹായ ഒരു രേഖയിലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്തതിനാൽ പാടില്ല. എന്നാൽ ളുഹറിന്റെ ശേഷം ആക്കട്ടെ എന്ന് കരുതിയാലോ? നബിയോ സഹാബത്തോ സച്ചരിതരായ മുൻഗാമികളോ ളുഹർ നിസ്കാരത്തിന്റെ ശേഷം 100 സ്വലാത്ത് ചൊല്ലിയതായി ബലമായ ഒരു രേഖയിലും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 101 ആക്കട്ടെ എന്ന് കരുതിയാലോ? ഒരിക്കലും പറ്റൂല. കാരണം നബിയോ സഹാബത്തോ സച്ചരിതരായ മുൻഗാമികളോ ളുഹറിന്റെ ശേഷം 101 സലാത്ത് ചൊല്ലിയതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്താ കാട്ടാം? അസറിന്റെ ശേഷാക്കിയാലും കോല തന്നെയല്ലേ, മഗ്‌രിബിന്റെ തൊട്ട് മുന്നേ ആയാലും പ്രശ്നം തന്നെയല്ലേ, 11 മണിക്കായാലും കേസ് ഇങ്ങനെ തന്നെയാണ്. അവസാനം എന്താ ഉള്ളത്? സ്വലാത്തില്ല. ഫലത്തിൽ സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരാണ് ചില വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പറയാം. അപ്പോ പിന്നെ അലോപ്പതി ചികിത്സയില് അപസ്മാരത്തിന് മരുന്ന് കുടിക്കേണ്ടത് 20 കൊല്ലാണ്. ചെവിക്കല്ല, ഞാനൊരു ഉദാഹരണം പറയാം. അലോപ്പതിയിൽ അപസ്മാര രോഗത്തിന് മരുന്ന് കുടിക്കേണ്ടത് 20 കൊല്ലാണ്. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ 15 കൊല്ലം. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ 15 കൊല്ലേ ഉള്ളൂ. അപസ്മാരത്തിന് മരുന്ന് കുടിക്കേണ്ടത് 20 കൊല്ലാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മരിച്ചിട്ട് പിന്നെയും മരുന്ന് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ മാറൂല. എന്നാ മാറൂല എന്ന് പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. അലോപ്പതി അവസ്മാരം മാറൂല എന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. 20 കൊല്ലം മരുന്നെടുക്കണല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ 15 കൊല്ലേ ഉള്ളൂ. മരിച്ചിട്ട് പിന്നെ 5 കൊല്ലം ഗുളി കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നമാതിരി ളുഹറിന്റെ മുമ്പും സലാത്തില്ല, ശേഷവും ഇല്ല, 11 മണിക്കും ഇല്ല, 10 മണിക്കും ഇല്ല, എപ്പോഴും ഇല്ല. അങ്ങനെ മഖ്ദൂമമാർ എന്ത് ചെയ്തു വെച്ചാൽ ആൾക്കാരെ കൊണ്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കി. ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് 2 തരത്തിലാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മഹബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ഒന്ന്, ഗൗസുൽ ആലം സ്വീകരിച്ചത് ആ ലൈന. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയും, ആൾക്കാർക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചിട്ട് അങ്ങനെയുള്ള. അപ്പൊ ഗൗസുൽ ആലം അതിനനുസരിച്ചുള്ള ദിക്റുകൾ ആളുകളെ കൊണ്ട് ചൊല്ലിച്ചു. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അങ്ങനെ ചൊല്ലിപ്പിച്ചിട്ട് ഈമാനിൽ അങ്ങനെ നിലനിന്നു. ഈമാനിലേക്ക് വരാനല്ല പ്രയാസം, വന്നിട്ട് നിലനിൽക്കാനാണ് പ്രയാസം. മുഅ്മിനാവുക എന്നതിനേക്കാൾ പ്രയാസമാണ് മുഅ്മിനായി മരിക്കുക എന്നത്. ഇത് വലിയൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ വിജയിയോ പരാജയോ എന്ന് തീരുമാനിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ്. ഫിനിഷിംഗ് പോയിന്റ് വളരെ പ്രധാനമാണ്. മൗത്തിന്റെ സമയമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് മൻകാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകണം. അതാണ് ഫിനിഷിംഗ് പോയിന്റ്. അതുകൊണ്ട് ആദ്യമോ നടുവോ അല്ല പ്രധാനം, അവസാനമാണ് ഏറ്റവും പ്രധാനം. ഈ അവസാനം നേരായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൗസില്ലാന്ന ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചെല്ലിക്കും.
എന്നാൽ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് വേറൊരു ശൈലിയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത് ഇഷ്കിന്റെ ശൈലിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുഅ്മിനീങ്ങളെ ബന്ധപ്പെടുത്തി നിർത്തിയിട്ട് ഈമാൻ സംരക്ഷിക്കും. ഭയങ്കര ആശിക്കായിരുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. റൗള ഷരീഫ് തുറപ്പിച്ചു എന്ന് മാത്രമല്ല, തുറന്ന് കൈമുത്തി. ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി. ഇഷ്ക് ഒരുപാട് തരങ്ങളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് താല്പര്യം, മഹബത്തും ഇഷ്കും തോന്നിയപ്പോ വാങ്ക് കൊടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുത്തു. അതൊരു ഇഷ്കാണ്. ശരിക്കും വാങ്ക് ഇറങ്ങിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഉറക്കത്തിൽ കണ്ടത്. അതിനെ തഈദ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹാബികൾ കണ്ടിരുന്നു. അൽഫാദ് മുഴുവനായും കണ്ടയാള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. രാവിലെ ആദ്യം ചെന്ന് വിവരം പറഞ്ഞതും ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദം കുറഞ്ഞ ആളാന്ന് നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? മക്കത്ത് ആർക്കെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടെങ്കിൽ ആർക്കേ ഉള്ളൂ, അത് ഉമറിനുള്ളത്. അതുകൊണ്ട് ഒച്ച കുറഞ്ഞ ആളൊന്നല്ല. പിന്നെന്തിനാ ബിലാലുൽ മുഅദ്ദിനെ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത്? നബി തങ്ങൾക്ക് ബിലാലുൽ മുഅദ്ദിനോട് അതിശക്തമായ താല്പര്യം. അതുകൊണ്ട് ഉമറെ, നീ ഈ ലഫ്ള് ബിലാലിന് പറഞ്ഞു കൊടുത്തിട്ട് ബിലാൽ പറയട്ടെ. ഉമറിന് അത് കാണാതെ അറിയാലോ, മൂപ്പർക്ക് ശബ്ദം ഉണ്ടല്ലോ, മൂപ്പരെ കൊണ്ടാണ് പറയിപ്പിച്ചാ പോരാ. അത് നല്ലൊരു അവസരം, അതെനിക്ക് ബിലാലിന് കൊടുത്തു. എന്നാ ബിലാൽ എന്താ ചെയ്തത്? ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ വാങ്ക് കൊടുത്തില്ല. നബി തങ്ങൾ ബിലാലിനോട് മഹബത്ത് ഉണ്ടായപ്പോ വാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബിലാൽ നബി തങ്ങളോട് മഹബത്ത് ഉണ്ടായപ്പോ വാങ്ക് കൊടുക്കാതിരുന്നു. അങ്ങനെ ഉണ്ടായത്. അപ്പൊ മഹബത്തിന് അങ്ങനെ പല തലങ്ങളുണ്ട്. ആശിഖാണ് ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മൂപ്പർ ആദ്യ കാലഘട്ടത്തിൽ മദീനത്തേക്ക് പോയില്ല. അതൊരു ഇഷ്കാണ്. പോകാൻ കഴിയണില്ല, അങ്ങനെ പോയില്ല. അവസാനം വഫാത്തിന്റെ സമയമായപ്പോ ഒന്ന് ചെന്ന് വഫാത്തിന്റെ മുമ്പ് ഒന്ന് പോയിട്ടൊരു സമ്മതം ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് ചെല്ലുന്നത്. ചെന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ മഹാനവറുകൾക്ക് കൽബിൽ ഒരാശ തോന്നി. അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് കൈനീട്ടി തന്നാൽ എനിക്ക് മുത്താമല്ലോ എന്ന് തോന്നി. അപ്പോൾ ഒരു പാട്ടുപാടി. ഇഷ്ക് കൂടിയാ പിന്നെ പാട്ട് വരും. ആർക്കും വരണം. അപ്പോഴേ ഇഷ്ക് കൂടിയെന്ന് മനസ്സിലാവുള്ളൂ. ഇഷ്ക് കൂടിയാ പാട്ട് വരണം. അങ്ങനെ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പാട്ട് വന്നു. ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. നബിയെ, അങ്ങകല വിദൂരത്ത് നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. നബിയെ, ഇന്നിതാ ശരീരത്തോടുകൂടെ അഹമ്മദ് ഇവിടെ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്താമല്ലോ എന്ന് പറയേണ്ട താമസം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റൗള ശരീഫിൽ നിന്ന് കൈ നീട്ടിക്കൊടുക്കുകയും മഹാനവറുകൾ അത് മുത്തുന്നത് ധാരാളം ആളുകൾ കണ്ടു നിൽക്കുകയും ചെയ്തു എന്ന് താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇഷ്കിന്റെ വഴിയാണ് സ്വീകരിച്ചത്. നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് മോമിനിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. റിഫായി ഷെയ്ഖ് സയ്യിദ് അല്ല, ഗൗസുൽ ആലം സയ്യിദാണ്. റിഫായി ഷെയ്ഖ് സയ്യിദ് അല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ബഹുമാനിച്ചുകൊണ്ട് പറയാം. റിഫായി ഷെയ്ഖ് തങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ബഹുമാനാർത്ഥം പറയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഷിമോ മുത്തലിബിയോ അല്ല, അത് കാരണം അഹ്ലു ബൈത്ത് അല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിലുള്ള ആളുകളാൽ ദീൻ നടത്തപ്പെട്ട ഒരു പ്രദേശമാണ് കേരളം. നമ്മുടെ നാട്ടിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമുള്ള ആളുകളാൽ ദീൻ നടത്തപ്പെട്ടു. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി മൗല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള് ലക്ഷദ്വീപിലെ അമീനിയിൽ വന്നു ദീൻ നടത്തി. അവിടെ മുഴുവൻ 100% മുസ്ലിങ്ങളുള്ള പ്രദേശമാണ്. 100% ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ്.
അവരുടെ പാരമ്പര്യമുള്ള ആളുകൾ കേരളത്തിലേക്കും വന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാദി കുടുംബമൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാരമ്പര്യമാണ്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു കോഴിക്കോട്, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ചെറുശ്ശേരി ഉസ്താദിന്റെ ഖാദിയാരകം എന്നാണ്. അങ്ങനെ ഖാദി കുടുംബങ്ങളൊക്കെ അങ്ങനെ വന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഖ്ദൂമുമാർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാരമ്പര്യത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് മഖ്ദൂമുമാർ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇഷ്കിന്റെ സദസ്സുകൾ കൊണ്ടുവന്നു. ഇഷ്കിന്റെ സദസ്സുകൾ കൊണ്ടുവന്നു. പാടിയും പറഞ്ഞും അവർ നബിതങ്ങളോടുള്ള താല്പര്യം പ്രകടിപ്പിച്ച് അവരുടെ ഈമാൻ നിലനിർത്തിപ്പോന്നു. പാടിയും പറഞ്ഞും അവരിങ്ങനെ ഇഷ്കിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ച് നബിതങ്ങളോടുള്ള സ്നേഹവും വാത്സല്യം അവർ നിലനിർത്തിപ്പോന്നു. അതുകൊണ്ട് കേരളീയ മുഅ്മിനീങ്ങളിലെ പഴയകാല ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആളുകൾ. ജുമഅക്ക് 40 ആളെ തികയാത്തതിനാൽ മൊല്ലാക്ക പാടത്തേക്ക് പോയി കർഷകൻ കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവന്ന് പള്ളിക്കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ട് 40 തയ്ച്ച് ജുമഅ നിസ്കരിച്ചിരുന്നതെങ്കിലും കട്ടിലുമങ്ങനെ നീണ്ടു നിന്ന് കടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മൗത്തായി. ഞാനും നിങ്ങളും എത്ര മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത് കണ്ടിട്ടുണ്ട്? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. എനിക്ക് 42 വയസ്സായിട്ടുണ്ട്. ഈ 42 വയസ്സിനിടയിൽ ഞാൻ ഒരുപാട് മനുഷ്യന്മാർ മരിക്കുന്നുണ്ട്. എത്ര ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഞമ്മക്കിങ്ങനെ പലരും പറഞ്ഞു ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ വേണോ, നബി തങ്ങൾ മങ്കൂസുമൽ ഓതിയിട്ടുണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു ഓതിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നി. അപ്പൊ അത് ശരി തന്നെയല്ലേ, നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനൊക്കെ മങ്കൂസുമൽ ഓതിയിട്ടുണ്ടോ എന്ന് നമുക്കും തോന്നി. നമ്മൾ എന്താ ചെയ്യല് വെച്ചാല് മറ്റുള്ളവരെ ആദർശങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കല, നമ്മളത് പഠിക്കലില്ല. നമ്മളത് പഠിക്കലില്ല. ഏതും അങ്ങനെ തന്നെ. ഒരാളോട് ഇസ്ലാം മതം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ക്രിസ്തു മതം പഠിക്കാൻ പോകും, പിന്നെ ഹിന്ദു മതം പഠിക്കും. അങ്ങനെയല്ലല്ലോ ഇസ്ലാം മതം പഠിക്കണ്ടേ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം സുന്നത്ത് ജമാഅത്ത് പഠിക്കണം, എന്നിട്ടല്ലേ മറ്റേ പഠിക്കണ്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് കൊണ്ട് മൗലിദ് ഓതുക എന്ന് നമ്മൾ പറയണത്. അങ്ങനെയാണെങ്കിലല്ലേ ഉള്ളൂ അത് വേണ്ടത്. നമ്മളത് പഠിക്കലില്ല എന്ന്. മറ്റോരാണ് നിങ്ങൾ ഇന്നത് പഠിച്ചോളി നമുക്ക് പറഞ്ഞു തരണേ, എന്നിട്ട് നമ്മളതും തിരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഓല് പറഞ്ഞത് കാണാണ്ടോന്ന്. നമ്മൾ ആദ്യം നമ്മുടെ ആദർശങ്ങൾ പഠിക്കണം. എന്തിന്റെ പേരിലാണ് നമ്മൾ മൗലിദ് നടത്തുന്നത് എന്നത് ആദ്യം പഠിക്കണം. ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ, ആയത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ഇതൊന്നും അല്ലാത്ത വേറെ വല്ല അടിസ്ഥാനത്തിലാണോ? അത് നമ്മൾ ആദ്യം നമ്മുടേത് പഠിച്ചിട്ട് മനസ്സിലായ മാതിരി പറയണം. നമുക്ക് എങ്ങനെയാണോ ആ വിഷയം മനസ്സിലായത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ആർക്കും മനസ്സിലാവും. ഞമ്മക്ക് മനസ്സിലാവാത്തൊരു കാര്യം വേറെ ആളോട് പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് മനസ്സിലാവാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടൊരു വിഷയം നമുക്കാണ് ആദ്യം മനസ്സിലാവേണ്ടത്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത് അങ്ങനെ പഠിച്ചു കൊടുക്കണം. ചില മാഷന്മാർ കണക്ക് പഠിപ്പിച്ചാൽ നല്ലോണം പഠി. എന്താ കാരണം? അയാൾക്ക് കണക്കറിയാം, പഠിപ്പിക്കുന്ന ആൾക്കറിയണം, അപ്പോഴേ കിട്ടുള്ളൂ. ചില ആൾക്കാർ കണക്ക് പഠിപ്പിച്ചാൽ ഹിന്ദി പഠിപ്പിച്ചാൽ എത്രയാലും മനസ്സിലാവില്ല. എന്തേ? പഠിപ്പിക്കുന്ന ആൾക്ക് ഹിന്ദി അറിയില്ല. തൽക്കാലം ഇങ്ങനെ ഹിന്ദി പഠിപ്പിക്കാൻ നേരത്തെ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് വന്നതാണ്, പഠിയില്ല. അങ്ങനെയാണ്. ഒരാൾ പഠിപ്പിച്ച ഒരു കാര്യം പഠിക്കണമെങ്കിൽ അയാൾക്കത് മനസ്സിലാവുകയും മനസ്സിലായ മാതിരി പഠിപ്പിക്കും വേണം. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കണം. എന്നിട്ട് നമുക്ക് പഠിഞ്ഞ അതേമാതിരി പഠിപ്പിക്കണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല, കണക്ക് പഠിക്കാൻ പറയും. അപ്പൊ അവരോട് മാഷന്മാരോട് ചോദിച്ചാൽ എങ്ങനെയാണോ കണക്ക് പഠിയുന്നത് അങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറയും. ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് വേഗം പഠിയും, കണക്ക് പഠിയില്ല. അപ്പൊ അയാൾക്ക് എങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിയുന്നത് അങ്ങനെ കണക്കും പഠിച്ചാൽ പഠി. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ പഠിഞ്ഞത് അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അതിന് നമ്മൾ ആദ്യം പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കുക. ഇസ്ലാം പറയാൻ പറഞ്ഞ അപ്പൊ പറയാ സമന്വിത മഹാമതായിരിക്കാതാ ശിഷ്യനാകാ സമന്വിതം. അതാ ഇസ്ലാം. അതല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം എന്താ? എന്നാ അത് പറഞ്ഞാൽ എന്താ ഉള്ള പ്രശ്നം? അത് പറഞ്ഞാൽ നമ്മൾ 2 വരിയൊക്കെ ഉഷാറായിട്ട് ചെല്ലിട്ട് ഉഷാറായി എന്ന് പറയും. അതിന് മറുപടി മറ്റോട് ചോദിച്ചു നോക്കണം, അപ്പോഴല്ലേ അറിയുള്ളൂ. അങ്ങനെ ഭവിഷ്യൽ പുരാണം എന്ന് പറയുന്ന ഒരു പുരാണത്തിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല. ഖുർആനില്ലാത്തൊരു സാധനം പറഞ്ഞിട്ട് നിങ്ങളെ ഖുർആനിൽ അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? ഭവിഷ്യൽ പുരാണം എന്ന ഒരു പുരാണമുണ്ട് എന്ന വിശ്വാസം പോലും അവർക്കില്ല. എന്നിട്ട് നമ്മൾ പാട്ട് പാടിയിട്ട് ഭവിഷ്യൽ പുരാണത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയാം. എന്തർത്ഥപ്പയിലുള്ളത്? ഓർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് തന്നെ വിശ്വാസമില്ല. ഒരർത്ഥം അതിലില്ല. സാധനം പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല, പഠിച്ചിട്ട് അത് വേണ്ടെന്ന് പറയുമ്പോഴേ കേൾക്കുള്ളൂ. അതിനെ ഞാൻ 2 വരി പാടിയത്.
മൂപ്പർക്ക് അത് അറിയാത്തോണ്ട് പറഞ്ഞാന്ന് തോന്നണ്ട, രണ്ടുപേരും പാടിയതാണ്. പഠിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയണം, അപ്പോഴാണ് ശരിയാവുള്ളൂ. അതുകൊണ്ട് പഠിക്കലിൽ നിന്നൊഴിഞ്ഞു മാറലല്ല ഞാൻ ഈ പറയുന്നത്. ഇസ്ലാം എന്താണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചപ്പോ പൂർവ്വകാല വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തിബാ അനുസരിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പൂർവ്വകാല വേദഗ്രന്ഥങ്ങൾ പരാമർശിക്കേണ്ടതില്ല. എന്താ പരാമർശിക്കേണ്ടത്? ഖുർആൻ ഷരീഫാണ് പരാമർശിക്കേണ്ടത്. ഖുർആനിൽ പറഞ്ഞ ഇസ്ലാം എന്താ? ഖുർആനിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്താണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഖുർആനിൽ എന്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്? എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്? അതാണ് യഥാർത്ഥത്തിൽ പ്രബോധനം ചെയ്യപ്പെടേണ്ട കാര്യം എന്നത്. അതുതന്നെയായിരിക്കണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവാരംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്. കൂട്ടത്തിൽ ഒരു വാക്ക് ഞാൻ പറയാം. ആധുനിക സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ അതിൽ വലിയൊരു ഇത്തിബാഇന്റെ ഭംഗനം ഉണ്ട്. നമ്മൾ ദഅവത്തിന് വേണ്ടി ഒരു ബുക്ക് കൊടുക്കുകയാണെങ്കിൽ, ബുക്ക് കൊടുത്താൽ ദഅവത്ത് വിജയിക്കുമായിരുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ദഅവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അവസാനത്തെ പ്രവാചകൻ. ഹിക്മത്തുകളുടെ പരിസമാപ്തി കുറിച്ച ആള്. ഹിക്മത്ത് കൊണ്ടാണല്ലോ ദീനിലേക്ക് ആളെ ക്ഷണിക്കേണ്ടത്. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. എന്നാൽ എല്ലാ ഹിക്മത്തുകളും നൽകപ്പെട്ട സമ്പൂർണ്ണ ഹാക്കിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ദഅവത്തിലെ ഏറ്റവും വിജയിക്കുന്ന മാർഗം സ്വീകരിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാന്റെ റസൂല് ദഅവത്തിന് വേണ്ടി ഉപയോഗിച്ചത് നാവാണ്. നാവ്. ബാക്കിയുള്ളതെല്ലാം നാവ് ഉപയോഗപ്പെടുത്താനുള്ള മടിയുടെ ഭാഗമാണ്. നാവുകൊണ്ട് തൊള്ളോണ്ട് വർത്താനം പറയാൻ വയ്യാത്തതിന്റെ അടയാളമാണ് ബാക്കിയുള്ള മീഡിയകളെ ഉപയോഗപ്പെടുത്തുക എന്നത്. അതുകൊണ്ട് അല്ലാഹു തആല ഞമ്മക്ക് തൊള്ളയിൽ നാവ് തന്നിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നത് തൊള്ളോണ്ട് ദീൻ പറയാനാണ്. ഏടും അഡ്രസ്സും മെയിലും ഫേസ്ബുക്കും ട്വിറ്ററും പിന്നെ വാട്സപ്പും ഉപയോഗിക്കാനല്ല. തൊള്ളോണ്ട് പറയാൻ പറ്റുമോ അതിന്റെ റിസൾട്ട് വേറെ ഒന്നിനുണ്ടാവില്ല. അതുകൊണ്ട് ദഅവത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ വായ തുറന്ന് സംസാരിക്കാൻ തന്നെ പഠിക്കട്ടെ. അതുതന്നെ എങ്ങനെയാവണം? മൗനം വാചാലമാക്കുന്ന സംസാരമാവണം. കുറിക്കുകൊള്ളുന്ന സംസാരം കുറച്ച് പറഞ്ഞിട്ട് ബാക്കി മുണ്ടാതിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവണം. അങ്ങനെ മൗനം വാചാലമാക്കുന്ന സംസാരമാണ് യഥാർത്ഥത്തിൽ ദഅവത്തിന് പഠിക്കാനുള്ളത്. ഹിക്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിക്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹിക്മത്താണ്. അങ്ങനെ തന്നെ പഠിക്കാൻ തയ്യാറാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദഅവ രംഗത്ത് വിജയിക്കാൻ നമുക്കും നമ്മുടെ സഹകാരികൾക്കും നമ്മുടെ പ്രവർത്തകർക്കും മുതഅല്ലിമീങ്ങൾക്കും ഈ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.